ബീച്ച് സൈഡിലായിരുന്നു നമ്മൾ ആദ്യം കുറെ കഫേകൾ കണ്ടിരുന്നത്. അത് എക്സ്പാൻഡ് ആയി നമ്മൾ അശോകപുരത്തേക്ക് പോകുന്നുണ്ട്, കുറച്ച് ഒറ്റമൽ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ റീസെന്റ് ചേവരമ്പലം ആ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്, ആ ഒരു എക്സ്റ്റെന്റിലേക്ക്. അവിടെ കുറെ കഫേസും കുറെ ബുട്ടീക് ഫുഡ് ജോയിന്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ ഇതില് നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ആ റെന്റ് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആ ബിസിനസ് സസ്റ്റെയിൻ ആയി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ആരും പഠിക്കുന്നില്ല. പുതുതായിട്ട് ഇതിലേക്ക് വരുന്ന ആളുകൾ ആ മാർക്കറ്റിൽ നമുക്ക് അവർക്ക് പറ്റിയ ലൊക്കേഷൻസ് ഉണ്ടാവാം, കുറെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷെ അതില് കൂടുതൽ കഫേസ് വന്നത് ആ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചേവരമ്പലത്ത് റീസെന്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള നാട്ടുകാര് സമ്മതിക്കുന്നില്ല. അപ്പോൾ രാത്രി ഒരു 11 അല്ലെങ്കിൽ ഒരു ലേറ്റ് നൈറ്റ് ഒക്കെ നമുക്ക് അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റില്ല. പ്രത്യേകിച്ച് കാലിക്കറ്റിലെ നൈറ്റ് ലൈഫ് ഉള്ളതുകൊണ്ട് പലരും ചേവരമ്പലം പ്രിഫർ ചെയ്തിരുന്നു മുമ്പ്. ഇപ്പം അത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല, കാരണം 10 o'clock ആയി കഴിഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പോയി കഴിഞ്ഞാലും മറ്റുള്ള സ്ട്രീറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാം ഒരു നൈറ്റ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ വീക്കെൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ബിസിനസ്സുകളാണ് ഒട്ടുമിക്ക ഉള്ളത്. അപ്പം കുറച്ചും കൂടി ഫുട്ഫോൾ ഉള്ള റെന്റ് വയബിൾ ആകുന്ന സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ബ്രാൻഡ്, പ്രത്യേകിച്ച് ഫുഡ് ബിസിനസ്സുകൾ. കാരണം അതിന്റെ ഓപ്പറേഷൻ കോസ്റ്റ്, അതിന്റെ ഫിക്സ്ഡ് കോസ്റ്റുകളൊക്കെ എന്നും ഉണ്ടാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 month അല്ലെങ്കിൽ 1 year ഒക്കെ ആ ഒരു സർവൈവൽ പീരീഡ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ പല ബ്രാൻഡുകളും ഇവിടുന്ന് എക്സിറ്റ് ആവുന്ന നമ്മൾ കാണും. ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പൊ ത്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ബ്രാൻഡുകളാണ് ഇവിടെയുള്ള കുറേ മുമ്പ് നമ്മൾ കണ്ടിരുന്ന ബ്രാൻഡുകളാണ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നത്. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അത് ഒന്നൊക്കെ ഓണർഷിപ്പ് മാറ്റിയിട്ട് അല്ലെങ്കിൽ വേറൊരു ടീമിനെ അത് സെൽ ചെയ്തിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്.